ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 നടന്നിട്ടുള്ള ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓവർസിയർ ഗ്രേഡ് 1 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡിസ്കഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 8ാമത്തെ ഭാഗമാണിത്. അപ്പൊ ഇതിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ സൊല്യൂഷൻ ഓഫ് ബിറ്റുമൻ, അസ്ഫാൾട്ട് ഓർ കോൾട്ടാർ ഇൻ സോൾവെന്റ്സ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബിറ്റുമനോ അല്ലെങ്കിൽ അസ്ഫാൾട്ടോ കോൾട്ടാർ ഒക്കെ സോൾവെന്റിൽ എന്ത് ചെയ്യാണ്, മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വോളട്ടൈൽ ആയിട്ടുള്ള സോൾവെന്റ്സിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെയാണ് നമ്മൾ കട്ട് ബാക്ക് ബിറ്റുമൻ എന്ന് പറയാം. അപ്പൊ കട്ട് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റുമൻ എന്ത് ചെയ്യാണ്, നമ്മൾ വോളട്ടൈൽ ആയിട്ടുള്ള സോൾവെന്റിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ആക്ച്വലി കട്ട് ബാക്ക് ബിറ്റുമൻ എന്നുള്ളത്. ഇനി വാട്ട് ഈസ് എ ബിറ്റുമൻ? ബിറ്റുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിയത്തിനെ നമ്മൾ എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽ ആണ് ബിറ്റുമൻ എന്നുള്ളത്. ഇങ്ങനെ കിട്ടുന്ന ഈ ബിറ്റുമനെ നമ്മൾ വോളട്ടൈൽ സോൾവെന്റ്സിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ കട്ട് ബാക്ക് ബിറ്റുമൻ എന്ന് പറയുന്നത്. എന്താണ് ഈ കട്ട് ബാക്ക് ബിറ്റുമന്റെ പ്രത്യേകത? ഇങ്ങനെ വോളട്ടൈൽ ആയിട്ടുള്ളതുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വളരെ ലോ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കട്ട് ബാക്ക് ബിറ്റുമന്റെ ഒരു പ്രത്യേകത. അതായത് വിസ്കോസിറ്റി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. നോർമലി നമുക്കറിയാം ബിറ്റുമന്റെ വിസ്കോസിറ്റി എന്താണ്, വളരെ കൂടുതലാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്താണ്, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് റോഡുകളിലൊക്കെ അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിസ്കോസിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു ബിറ്റുമൻ നമുക്ക് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ട് ബാക്ക് ബിറ്റുമൻ ഫോം ചെയ്യുന്നത്. അത് വോളട്ടൈൽ മെറ്റീരിയൽസുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. സോ അതിനെയാണ് നമ്മൾ കട്ട് ബാക്ക് ബിറ്റുമൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ അസ്ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അസ്ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മെക്കാനിക്കൽ മിക്സ്ചർ ഓഫ് ബിറ്റുമൻ ആൻഡ് ഇനേർട്ട് മെറ്റീരിയൽ എന്നാണ്. സോ ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് അലൂമിന, സിലിക്ക, ലൈം പോലെയുള്ളതുമായിട്ട് എന്ത് ചെയ്യുക, ബിറ്റുമനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ആക്ച്വലി അസ്ഫാൾട്ട് എന്നുള്ളത്. ഓക്കെ. ഇനി വാട്ട് ഈസ് ഇമൾഷൻ, അല്ലെങ്കിൽ എന്താണ് ബിറ്റുമൻ ഇമൾഷൻ? ബിറ്റുമൻ ഇമൾഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമൾസിഫയിങ് ഏജന്റിന്റെ പ്രസൻസിൽ നമ്മൾ മോൾട്ടൺ ബിറ്റുമനെ ഹോട്ട് വാട്ടറുമായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ലിക്വിഡ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ബിറ്റുമൻ ഇമൾഷൻ എന്ന് പറയുന്നത്. ഈ ബിറ്റുമൻ ഇമൾഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് വെറ്റ് വെതർ കണ്ടീഷനിലാണ്. അതായത് കുറച്ച് വെറ്റായിട്ടുള്ള വെതർ കണ്ടീഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബിറ്റുമൻ ഇമൾഷൻ ഉപയോഗിക്കുന്നത്. പാച്ച് വർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിപ്പയർ വർക്കിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ബിറ്റുമൻ ഇമൾഷൻ ആണ്. ഇനി എന്താണ് ബിറ്റുമനും അതേപോലെ തന്നെ ടാറും തമ്മിലുള്ള വ്യത്യാസം? നേരത്തെ ഞാൻ പറഞ്ഞു പെട്രോളിയം പ്രൊഡക്ട്സിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ബിറ്റുമൻ ഫോം ചെയ്യുന്നത്. എന്നാൽ കോളിന്റെയും അതേപോലെ തന്നെ വുഡ് പെട്രോളിയത്തിന്റെയൊക്കെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ടാറ് ഫോം ചെയ്യുന്നത്. അതാണ് ടാറും ബിറ്റുമനും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ബിറ്റുമൻ ഫോം ചെയ്യുന്നത്. എന്നാൽ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ് ടാറ് ഫോം ചെയ്യുന്നത്. സോ അത് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഈ 2 കോഴ്സുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1ന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.